നമുക്ക് പാലക്കാട്ടേക്ക് പോകാം. പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത്. ഇക്ബാൽ അറക്കൽ പുഴയിൽ പെട്ടുപോകുന്നയാളെ രക്ഷിക്കുന്നതടക്കമുള്ള പല ദൃശ്യങ്ങളും ഇന്നത്തെ ദിവസം നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. പാലക്കാട്ടാണ് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് അമ്മയും മകനും മരിക്കുന്ന കാഴ്ച ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മെ തേടിയെത്തിയത്. പാലക്കാട് മഴക്കെടുതിയിൽ വിറങ്ങലിക്കുന്ന കാഴ്ചയാണോ ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? വിജയ, ഇന്ന് പാലക്കാട് ജില്ലയിൽ ഒരുപാട് ഇടങ്ങളിലാണ് ഈ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമായും ഈ വടക്കഞ്ചേരിയിലുണ്ടായ ഒരു ദാരുണമായ ഒരു അപകടമായിരുന്നു. കണ്ണമ്പ്രയ്ക്ക് അടുത്ത് കൊട്ടേക്കാട് പറയുന്ന പ്രദേശത്താണ് വീടിൻ്റെ ചുവര് ഇടിഞ്ഞു വീണ് അമ്മയും മകനും മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കൊട്ടേക്കാട് സ്വദേശിനിയായിട്ടുള്ള സുലോചന, ഇവരുടെ മകൻ രഞ്ജിത്ത് എന്നിവരാണ് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ വീടിൻ്റെ ചുവര് ഇവരുടെ മുകളിലേക്ക് വീണ് മരിച്ചത്. അധികൃതർ പറഞ്ഞത് ഇവരുടെ വീടിന് ചെറിയ രീതിയിലുള്ള ബലക്ഷയം ഉണ്ടായിരുന്നു. ഇത് കൃത്യമായി അവരെ അറിയിച്ച് വീട്ടിൽ നിന്ന് മാറാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ്. പക്ഷേ അവർ മാറാത്ത ആ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. ഏതായാലും ഇന്നലെ രാത്രിയിലാണ് ഈ ദാരുണമായ ഒരു അപകടം സംഭവിച്ചത്. നിലവിൽ ഇവരുടെ മൃതദേഹങ്ങൾ ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. മറ്റൊരു കാര്യം പ്രധാനമായും പാലക്കാട് നിന്ന് പറയാനുള്ളത് ചിറ്റൂർ പുഴയിൽ നടന്ന ഒരു അപകടത്തെക്കുറിച്ചാണ്. കുളിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു മൈസൂർ സ്വദേശികളായിട്ടുള്ള ഒരു കുടുംബം. മൈസൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് എത്തി മീൻ പിടിച്ച് മീൻ വിൽപ്പന നടത്തുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ പുഴയിലേക്ക് കുളിക്കാൻ പോയ സമയത്ത് ജലനിരപ്പ് പുഴയിൽ കുറവായിരുന്നു. പെട്ടെന്ന് മൂലത്തറ ഡാം തുറന്ന് ഈ ചിറ്റൂർ ഗായത്രി പുഴയുടെ വെള്ളം ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. പെട്ടെന്ന് ഇവർ അപകടത്തിൽ പെടുകയായിരുന്നു. പുഴയുടെ ഇടയിലുള്ള ഒരു പാറക്കെട്ടിൽ കയറി ഈ കുടുംബം നാട്ടുകാരോട് രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചതിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. 12 മണിയോടുകൂടിയാണ് ഇവർ ഈ പുഴയിൽ കുടുങ്ങിപ്പോയത്. 2 മണിയോടുകൂടിയാണ് ഇവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. ഏതായാലും 4 പേരെയും സാഹസികമായ ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെ ഫയർഫോഴ്സ് കരയ്ക്ക് എത്തിക്കുകയായിരുന്നു. അട്ടപ്പാടിയിലും അതുപോലെ തന്നെ പട്ടാമ്പിയിലും എല്ലാം വിവിധ ഇടങ്ങളിലും ഈ മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അട്ടപ്പാടിയിൽ നിരവധി വീടുകൾക്ക് ഈ കനത്ത മഴയിൽ മരം വീണ് വീടുകൾ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നെന്മാറ വെല്ലങ്ങി RVC റോഡിൽ താമസിക്കുന്ന രാമു അമ്മയുടെ വീടിന്റെ മേൽക്കൂരയും ഇത്തരത്തിൽ കനത്ത മഴയിൽ തകർന്നു വീണ് 1500 കുടുംബങ്ങൾ ഒറ്റപ്പെട്ട വാർത്തയും പാലക്കാട്ട് നിന്ന് വരുന്നുണ്ട്. ഒരുപാട് മഴക്കെടുതി ഇന്ന് റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് ജില്ലയിലാണ്. നമുക്ക് കണ്ണൂരിലേക്ക് ഒന്ന് പോകാം. കണ്ണൂരിൽ പാലക്കാട്ട് ഓറഞ്ച് ആണെങ്കിൽ കണ്ണൂരിൽ റെഡ് അലേർട്ടാണ്. തുഷാര പ്രമോദ്, കണ്ണൂരിൽ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെ? എവിടെ നിന്നൊക്കെയാണ് ഇന്ന് മഴക്കെടുതിയുടെ വാർത്തകൾ, ദൃശ്യങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്? സുജ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ണൂരിൽ റെഡ് അലേർട്ട് വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ എല്ലാം കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് നിലനിന്നിരുന്നത്. പക്ഷേ ഇന്നലെ മുതൽ തന്നെ അതിശക്തമായ മഴയും കാറ്റും ജില്ലയിലുണ്ടായിരുന്നു. ഉച്ചവരെയും തന്നെ ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ശക്തമായ മഴയിൽ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വെള്ളക്കെട്ടിൽ വീണ് 2 വയോധികർക്ക് ദാരുണ അന്ത്യം കൂടി കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ മട്ടന്നൂരിൽ ഒരു വയോധിക കുഞ്ഞാമിനെയാണ് വീടിന് സമീപമുള്ള വെള്ളക്കെട്ടിൽ വീണാണ് മരിച്ചത്. ഇന്ന് മറ്റൊരു മരണ വാർത്തയും കൂടെ വന്നു. ചൊക്ലിയിൽ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആൾ വീട്ടിലേക്ക് പോകുന്ന വഴി, രാത്രിയിലാണ് വീട്ടിലേക്ക് പോകുന്ന വഴി വെള്ളക്കെട്ട് അറിയാതെ അബദ്ധത്തിൽ വീണതാകാം. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് വെള്ളക്കെട്ടിൽ കണ്ടെത്തിയത്. ഈ 2 മരണങ്ങൾ കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. അല്ലാതെ തന്നെ പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാണ് പത്തനംതിട്ടയിൽ നിന്ന്. പ്രവീൺ, പത്തനംതിട്ടയിൽ ഇന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുന്ന ആ ഒരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഉൾക്കാട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ സാഹചര്യം മോശമാകാനുള്ള സാധ്യതയുണ്ടോ? സുജിയ, പത്തനംതിട്ടയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കുറവാണ്. പക്ഷേ ഈ സമയത്ത് കാർമേഘങ്ങൾ ഇരുണ്ട് കൂടിയിട്ടുണ്ട്. മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പമ്പ, അച്ചൻകോവിൽ, കക്കാട്ടാറ് നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പലയിടങ്ങളിലും മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകരാറിലായിട്ടുണ്ട്. വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ KSB ഉദ്യോഗസ്ഥർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്. ഇന്നലെ രാത്രിയിലാണ് ശക്തമായിട്ടുള്ള മഴ ജില്ലയിൽ പെയ്തത്. ഇന്ന് രാവിലെ മുതൽ മഴയുടെ ശക്തി അല്പം കുറവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലെ മേപ്രാൽ എന്ന സ്ഥലത്താണ്. ഇത് അപ്പർ കുട്ടനാട് മേഖലയാണ്. ഇവിടെ എല്ലാ വീടുകളിലേക്കും വെള്ളം കയറിയ ഒരവസ്ഥയാണ്. റോഡുകളിലെല്ലാം വെള്ളം കയറി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനടുത്താണ് ഇന്ന് രാവിലെ മേപ്രാൽ സ്വദേശിയായിട്ടുള്ള റെജി ഷോക്കേറ്റ് മരിച്ചത്. അദ്ദേഹം
അദ്ദേഹത്തിന്റെ ചെറിയ വള്ളത്തിൽ പുല്ല് പറിച്ചതിന് ശേഷം ഈ ഭാഗത്തേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ഒരു വയർ താഴേക്ക് കിടപ്പുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. വെള്ളത്തിൽ വൈദ്യുതി ഉണ്ടായിരുന്നു. അതറിയാതെ അദ്ദേഹം വള്ളത്തിൽ നിന്ന് ഇറങ്ങവെയാണ് ഷോക്കേറ്റത്. തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ബോധമില്ലാത്ത രീതിയിൽ റെജിയെ കണ്ടത്. തുടർന്ന് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഓടിയെത്തി അദ്ദേഹത്തെ തിരുവല്ലയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. KSE ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധമൊക്കെ മാറ്റിയതിനു ശേഷമാണ്, അത് നിർത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തെ റെജി അവിടെ നിന്ന് മാറ്റിയത്. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് ദാരുണമായിട്ടുള്ള ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. ഏതായാലും പലയിടങ്ങളിലും മഴ ഇപ്പോൾ ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ട്. താഴ്ന്ന ഭാഗങ്ങളിലേക്ക് വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ട്. ഇന്ന് രാത്രി കൂടി മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേപ്രാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ശരി.